ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് വന്നതാണ്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് പറഞ്ഞത്. ഒന്ന് ജനറൽ സർവീസ്, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ ഫ്ലോറിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ സൈഡ് കവർ പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം, ചോക്ക് കേബിൾ മാറ്റാം. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ലേഡീസ് ഫുഡ് ട്രസ്റ്റ് ചെറിയൊരു പിടുത്തം പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നത് ഇതിൻ്റെ തന്നെയാണ്. ഈ ഫുഡ് ട്രസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞൊരു ജർക്കിങ് സൗണ്ട് വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. അതല്ലാണ്ട് വേറെ പ്രശ്നം ഓടിച്ചപ്പോൾ തോന്നിയൊന്നുമില്ല. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിങ് നമുക്ക് ചെയ്യാനുണ്ട് സൈഡ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് വീൽ ഞാൻ അഴിച്ചേക്കാണ്. അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ചിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ നമുക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് CVT ക്ലച്ചാണ്, മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ചും കൂടി അഴിച്ചിട്ട് ഫുൾ ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. കൂട്ടത്തിൽ കൂടെ നമ്മളതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റൊക്കെ കിടക്കണേ പുതിയ ബെൽറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നേരടിച്ചാൽ പൊടിയൊക്കെ ഒന്ന് പറഞ്ഞ് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ പുതിയതാണ്, ഫ്രഷാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എയർ അടിച്ചാൽ പൊടിയൊക്കെ ഒന്ന് പറയാം. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഫ്ലോറിൻ്റെ ഈ സൈഡിലത്തെ ഒരു കവറിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത് അതിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഫ്ലോർ സൈഡ് ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റിയിട്ടേക്കാം. അതല്ല സ്റ്റോക്കിൽ നോക്കണം ഉണ്ടോ ഇല്ല എന്നുള്ള കേസ് കേട്ടോ. അത് നോക്കിയിട്ട് ഞാൻ പറയാം. ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടിയും കൂട്ടത്തിൽ കൂടെ മാറ്റിവിടാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്കത് മാർനേഴ്സ് പറഞ്ഞിട്ട് അതുകൂടിയും കൂട്ടത്തിൽ ചെയ്യാം. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, ഒരുപാട് ബലം പിടിച്ച് വലിച്ചാലാണ് പോകുള്ളൂ. റിട്ടേൺ ചില സമയങ്ങളിൽ റിട്ടേൺ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കാണിക്കണം. അതുകൊണ്ടായിരിക്കാം ചോക്ക് കേബിൾ മാർനേഴ്സ് പറഞ്ഞ് അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ കേബിളാണ്. കാർബറേറ്റർ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ച് അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ ഫ്രണ്ട് ലിങ്ക് ബുഷാണ്, ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ട് വരാം. അപ്പോൾ അത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ വീല് ബ്രേക്ക് ലൈനറാണിത്, കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമിനൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ആയാലും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ലിങ്കൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ബാറ്ററി നമ്മളിത് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ്, 2024 വെച്ചാണ് ബാറ്ററിയാണ്. ആംബ്രോട്ട് ബാറ്ററി 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.35 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും 9.40. അതായത് ബാറ്ററി കുഴപ്പമൊന്നുമില്ല. ഹൈ ലോഡിലേക്ക് കൊടുക്കണം, നല്ല ലോഡിലേക്ക് കൊടുക്കുമ്പോഴാണ് ആ വോൾട്ട് തന്നെ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗ് ആണ്, ഓക്കെ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതും ഈ കിലോമീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5000 കിലോമീറ്റർ മുകളിൽ ഓടിയിട്ടുള്ളതാണ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. കാരണം ഓയിൽ ചേഞ്ചിൻ്റെ കേസിൽ വൈകിപ്പോയി കഴിഞ്ഞാൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള മെയിൻ്റനൻസുകൾ വരും, കംപ്ലയിൻസുകൾ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള സർവീസ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ വേണമെങ്കിൽ നീക്കിയാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ മാറ്റാമെന്നുള്ളതാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളാം. അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് വന്നാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണത്. അപ്പോൾ അത് നോക്കരുത്. നിങ്ങളുടെ ഓട്ടം വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. മീറ്ററിനകത്ത് കൃത്യമായിട്ട് കാണിക്കുക, കിലോമീറ്റർ നോക്കിയിട്ട് അതനുസരിച്ച് എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കാം. കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം. ഓക്കെ.